ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള ശബരിമലയിലെ മേൽശാന്തി നാരായണൻ നമ്പൂതിരിയാണ്. തിരുമേനി ഈ ശബരിമലയിൽ മേൽശാന്തി ആയിട്ടിരുന്ന സമയത്ത് ഉണ്ടായ കുറച്ച് അനുഭവങ്ങൾ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് കുറച്ച് ഷെയർ ചെയ്യാൻ പറ്റുമോ? ചെയ്യാലോ. സ്വാമിയേ ശരണമയ്യ. ഞാൻ നാരായണൻ നമ്പൂതിരി, മാരാമറ്റത്ത് മന, വൈക്കം, ഉല്ലല എന്ന് പറയുന്ന സ്ഥലത്താണ് 1998-99 കാലത്താണ് ഞാൻ ശബരിമലയിൽ മേൽശാന്തിയായത്. ശബരിമലയിൽ മേൽശാന്തി ആകാൻ നറുക്കെടുപ്പിൽ വരുന്നതിന് മുമ്പ് സെലക്ഷൻ കിട്ടിയ കുറച്ച് പേരുണ്ടായിരുന്നു. അന്നത് വൈക്കത്തുനിന്ന് തന്നെ 3 പേരായിരുന്നു. വൈക്കത്തെ മേൽശാന്തി, ഒരു ശംഭുവാദ്യാർ, ഞാൻ. അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ബാക്കി 8 പേരും കൂടെ വരെ 11 പേരായിരുന്നു. അതിൽ എനിക്ക് തന്നെ അയ്യപ്പസ്വാമിയുടെയും വൈക്കത്തപ്പൻ്റെയും ഉല്ലലക്കാവിലമ്മയുടെയും അനുഗ്രഹം കൊണ്ടാണ് കിട്ടാനിടയായത്. ഞാൻ അന്ന് ഉല്ലലക്കാവ് അമ്പലത്തിൽ ആദ്യമായിട്ടൊരു ചതുശ്വതം എന്ന് പറഞ്ഞ വഴിപാട് മുമ്പേ നടത്തി. നറുക്കെടുപ്പിന് 3-4 ദിവസം മുമ്പേ ആ വഴിപാട് നടത്തി. അപ്പം വഴിപാട് നടത്തി അതിൻ്റെ പായസമൊക്കെ ഊണ് കഴിഞ്ഞ് പോയവരൊക്കെ ഞാൻ മേൽശാന്തി ആയെന്ന് വിചാരിച്ചാ പോണേ. എന്നെ പഠിപ്പിച്ച 3-4 ടീച്ചർമാരുണ്ടായിരുന്നു. ഉല്ലലയിലെ എല്ലാവരും ഞാൻ മേൽശാന്തി ആയി എന്നാണ് പറയണത്. അപ്പം നാട്ടുകാർ മുഴുവൻ എന്നെ മേൽശാന്തിയാക്കി. അങ്ങനെ ഭഗവാന് തോന്നി, ജനങ്ങളുടെ പ്രാർത്ഥനയും ഭഗവാൻ കേൾക്കുകയാണല്ലോ. അങ്ങനെയാണ് മേൽശാന്തിയായിട്ട് എനിക്ക് കിട്ടാൻ സാധിച്ചത്. ഒരു ഭാഗ്യം എന്നൊക്കെ പറയാല്ലേ? തീർച്ചയായിട്ടും എൻ്റെ ഭാഗ്യം മാത്രമല്ല, കുടുംബത്തിന്റെ ഭാഗ്യം, നാട്ടുകാരുടെ ഭാഗ്യം. എൻ്റെ കൂടെ അന്ന് ഈ ഉല്ലലയിൽ തന്നെ 10-25 പേരുണ്ടായിരുന്നു ശബരിമലയിൽ. അതിന്ന് ഒരാള്, കുറെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യാന്ന് നോക്കുമ്പോ ഭയങ്കര വലിയ കാര്യമൊക്കെയാണ്. തീർച്ചയായിട്ടും. അതിൻ്റെ മറ്റൊരു അവസ്ഥ പറയുമ്പോൾ, ഞാൻ വൈക്കത്തമ്പലത്തിൽ ഇവിടുത്തെ നറുക്കെടുപ്പിൻ്റെ അന്ന് തൊഴാൻ ചെല്ലുകയാണ്. അപ്പോൾ അവിടുത്തെ മേൽശാന്തിയുടെ അനിയനാണ്. ഞാനൊരു പുഷ്പാഞ്ജലിക്ക് കൊടുത്തപ്പോൾ അദ്ദേഹം എന്നോട് പറയുക, ഇനി അങ്ങയുടെ പേരിൽ ഞാൻ പുഷ്പാഞ്ജലി കഴിക്കേണ്ട കാര്യമില്ല, അതിന് മാത്രം ആൾക്കാർ അങ്ങയുടെ പേര് കഴിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഇലക്ട്രിസിറ്റി ബോർഡിലുണ്ടായിരുന്ന എൻ്റെ സുഹൃത്തുക്കൾ മുഴുവൻ എൻ്റെ പേരിൽ തന്നെയായിരുന്നു. കൂട്ടുകാരെല്ലാവരും അവിടെ ചെന്ന് എൻ്റെ പേരിൽ പുഷ്പാഞ്ജലി കഴിക്കുന്നു. അപ്പോൾ ഭഗവാൻ അങ്ങേ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ശ്രീധരൻ നമ്പൂരി എന്ന് പറയുന്ന അദ്ദേഹം അന്നേ പറഞ്ഞതാണ്. പിന്നെ മള്ളിയൂർ ശങ്കരൻ നമ്പൂരിപ്പാടിൻ്റെ അടുത്ത് പോയിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങ് തന്നെയാണ്. അദ്ദേഹത്തിന് എന്നെ എടുത്തിട്ടൊക്കെ ഉള്ളതാണ്, അത്രയ്ക്ക് പ്രായത്തിലുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം എന്നോട് പറയാം, എൻ്റെ മടിയിലിരുത്തിയ മകനാണ്, അതുകൊണ്ട് അങ്ങ് തന്നെയാണ് മേൽശാന്തി എന്ന് പറഞ്ഞു. അങ്ങനെ അനവധി പേരുടെ പ്രാർത്ഥനയോടിലൂടെയാണ് ഭഗവാൻ എനിക്ക് തന്നത് അനുഗ്രഹം. തീർച്ചയായിട്ടും. അങ്ങനെ ഇവിടുന്ന് 1998 നവംബർ മാസത്തിൽ 16-ാം തീയതി കെട്ടും നിറച്ച് ശബരിമലയ്ക്ക് പോകുന്നു. 17-ാം തീയതിയാണ് നടതുറപ്പ്. അപ്പോൾ മണ്ഡലപൂജ തുടക്കമായി. അതിനൊരു ഭാഗ്യം എനിക്ക് പ്രത്യേകം കിട്ടിയത്, തങ്കശ്രീകോവില്, സ്വർണം പൂശിയ ശ്രീകോവില് ആദ്യമായിട്ട് ഒരു മണ്ഡല പൂജ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കാണ് കിട്ടിയത്. അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. എല്ലാവരെയും സംബന്ധിച്ച് ആർക്കും അങ്ങനെ കിട്ടിയിട്ടില്ലല്ലോ. ഇല്ല, എനിക്ക് മുമ്പ് ആദ്യമായിട്ടാണല്ലോ കിട്ടുക. അപ്പൊ അത് ആ ശ്രീകോവിലിന്റെ പണിയൊക്കെ തീർന്നിട്ട് കലശാഭിഷേകങ്ങളൊക്കെ നടത്തി ഇരിക്കുമ്പോൾ പൂജ ചെയ്യാൻ ഭാഗ്യം വൈക്കത്തപ്പനും ഉല്ലലക്കാവിലമ്മ എനിക്ക് തന്നു, അയ്യപ്പനെ പൂജിക്കാൻ. 1992 വൈക്കം ഗ്രാമത്തിൽപ്പെട്ട മുരുങ്ങൂരില്ലത്ത് വിഷ്ണു നമ്പൂതിരി ശബരിമല മേൽശാന്തിയായിട്ട് തിരഞ്ഞെടുത്തു. അപ്പൊ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു, അയ്യപ്പന്റെ അടുത്തുനിന്ന് പോയി പൂജ കഴിക്കാൻ പറ്റണേന്ന്. എന്തായാലും ഞാൻ അദ്ദേഹത്തോട് ചെന്ന് ചോദിച്ചു, എന്നെയും കൂടി കൊണ്ടുപോകണം. ഒരു മേൽശാന്തിക്ക് ഒരു 40 പേരെ കൊണ്ടുപോകാം, അസിസ്റ്റന്റുമാരായിട്ട്. അങ്ങനെ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ശബരിമലയിൽ ചെന്നു. അപ്പോൾ ഡ്യൂട്ടി തുടങ്ങി. 1-ാം തീയതി കഴിഞ്ഞു, 2-ാം തീയതി കഴിഞ്ഞു. വൃശ്യം 1, 2, 3 ദിവസങ്ങളിലൊന്ന് എന്നോട്
അപ്പൊ ഞാൻ നെയ്യുമായിട്ടാണ് പോണേ ഇവിടെ. ഉം. എന്നോട് ഒന്നും പറയുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ ഡ്യൂട്ടികൾ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ ഞാൻ നിൽക്കുന്നു. ഉം. 3-ാം ദിവസം വൈകുന്നേരം എന്നോട് പറയാണ്, നാളെ രാവിലെ നെയ്യഭിഷേകത്തിന് വന്നോളൂ, നെയ്യുമായിട്ട് അകത്തേക്ക് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പൂജയൊക്കെ ഈ രാവിലത്തെ അഭിഷേകത്തിന്റെ ഒരു ചിട്ടയുണ്ട്, അത് കഴിയുമ്പോൾ ഞാൻ നെയ്യുമായിട്ട് ചെല്ലുമ്പോൾ എന്നോട് പറയുകയാണ്, വലതുകാല് വെച്ച് കയറിക്കോളൂ, ഒരു മേൽശാന്തി ആവാനുള്ള ആളാണ്. അയ്യപ്പന്റെ വിഗ്രഹത്തെ പൂജിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു മേൽശാന്തി എന്നോട് പറയുകയാണ്, ഭാവിയിലെ ഒരു മേൽശാന്തി ആവാൻ ഭാഗ്യമുള്ള ആളാണ്, വലതുകാല് വെച്ച് കയറിക്കൊള്ളാൻ. അപ്പൊ നമുക്ക് ഭയങ്കര എന്താ പറയണ്ടേന്ന് അറിയില്ലല്ലോ. എന്തായാലും ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നു. അത് അദ്ദേഹത്തിന്റെ ആ ഒരു അനുഗ്രഹം. ഈ ശബരിമലയുടെ കാര്യത്തിൽ അദ്ദേഹം എന്റെ ഗുരുനാഥനാണ്. എല്ലാവരും കൂട്ടത്തില് ഒരുമിച്ച് തന്നെ അനുഗ്രഹിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഞാൻ മേൽശാന്തി ആവാൻ അദ്ദേഹത്തിന്റെ ഒരു ബ്ലെസ്സിങ്ങും കൂടെ ഉണ്ട് എന്നാണ് എന്റെ ചുരുക്കം. അപ്പോ അത് കഴിഞ്ഞ് വൃശ്ചികം 1-ാം തീയതി എൻ്റെ ടേണിൽ ഞാൻ പൂജയ്ക്ക് പോകുന്നു. അപ്പോൾ ആ വർഷം ഭംഗിയായിട്ട് തന്നെ എന്ന് പറയാൻ നടത്താൻ അയ്യപ്പൻ അനുഗ്രഹിച്ചു. ആ കൂട്ടത്തിൽ വളരെ ഒരു നിമിഷങ്ങളുള്ള കാര്യങ്ങളുണ്ടായി. ഈ ഭഗവാനെ പൂജിക്കാൻ വരുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കിട്ടുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അന്ന് ഇന്നത്തെ പോലെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല, TV ഇല്ല, അല്ലെങ്കിൽ മൊബൈലില്ല, സാധാരണ ലാൻഡ് ഫോൺ മാത്രം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അത്യാവശ്യം എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിളിച്ച് പറയും, നമ്മളത് കേൾക്കും. പലപ്പോഴും അങ്ങനെ ഇരിക്കുമ്പോൾ, ഉച്ചതിരിഞ്ഞൊക്കെ ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്നും എന്തെങ്കിലും ഒരു സംഭവം ഇവിടെ ഉണ്ടായാൽ അപ്പം ഞാൻ അവിടെ അറിയും. അപ്പൊ അതെന്താന്ന് ചോദിച്ചാൽ അറിയില്ല, ഭഗവാൻ പറയണതാ, ഇങ്ങനെ ഇല്ലത്ത് വിശേഷമുണ്ട്, അല്ലെങ്കിൽ ഇന്ന പോലെയായി. അപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ വൈഫിന് ചെറിയ സുഖമില്ലാതെ വന്നു. അപ്പൊ എന്താ വേണ്ടതെന്ന് ഞങ്ങൾ എല്ലാവരും ആലോചിച്ചു. അപ്പം ഇതെല്ലാം ഫോണിൽ കൂടെ എന്നോട് പറയണമല്ലോ. അപ്പൊ എന്നെ വിളിച്ച് പറയുകയാണ്. ഞാൻ പറഞ്ഞു, എന്തായാലും 2-3 ദിവസം കഴിയട്ടെ, ഞാൻ പറയാന്ന് പറയും. ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ 2-ാം ദിവസം അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ ഹരിദാസ് അയ്യപ്പനെ തൊഴാനായിട്ട് വരുന്നു. ഞങ്ങൾ സംസാരിക്കുന്നു, ഇങ്ങനൊരു കാര്യം പറയുന്നു. അദ്ദേഹം വൈഫിനോട് വരാൻ പറയുന്നു. വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് സുഖമായി ആളിപ്പോഴും എൻ്റെ കൂടെ തന്നെ കഴിയുകയാണ്. പ്രധാന ഒരു കാര്യമാണ്, ഒരു കുട്ടിയുടെ അച്ഛൻ എൻ്റെ അടുത്ത് വന്നു, അവൻ ശരണം വിളിക്കില്ല, ഇങ്ങനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു, കൊണ്ടുപോരും, മകനെ കൊണ്ടുവന്ന് അപ്പം എല്ലാം ശരിയായിക്കോളൂ എന്ന് പറയുന്നു. ഭഗവാൻ തോന്നിച്ചിട്ടാണ് ഞാനിതൊക്കെ പറയുന്നത്. എന്തായാലും അദ്ദേഹം കുട്ടിയെ കൊണ്ടുവരുന്നു. 18-ാം പടി കയറുന്നവരെ ആള് ശരണം വിളിച്ചില്ല. 18-ാം പടി കയറി കഴിഞ്ഞപ്പം ശരണം വിളി തുടങ്ങി. സന്നിധാനത്ത് വന്നപ്പോഴേക്കും അതിഭയങ്കരമായിട്ട് ശരണം വിളിക്കുകയാണ്. ഞാൻ എന്നെ വിവരം കിട്ടിയതനുസരിച്ച് ശ്രീകോലത്ത് വരുന്നു, അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്താൽ തീർത്ഥം തെളിക്കുന്നു, പ്രസാദം കൊടുക്കുന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അടുത്ത വർഷവും ശരണം വിളി ഒക്കെയായി അയാൾ ഭംഗിയായി എന്നാണ് അറിയാൻ സാധിച്ചത്. അതൊക്കെ ഭഗവാൻ തോന്നിക്കുന്നതാണ് തീർച്ചയായിട്ടും. അതുപോലെ ഒരുപാട് പേര്, പല ആൾക്കാരും അന്ന് അവിടെ വന്ന് ശ്രീകോലിൻ്റെ അകത്ത് നിന്ന് 1 രൂപ എടുത്ത് കൊടുക്കുന്ന, ഇപ്പൊ ഈ വിഷു ആണല്ലോ വരാൻ പോണേ, ഈ വിഷുവിന്റെ സമയത്തൊക്കെ വിഷ്ണുനീട്ടം കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ പല ആൾക്കാർക്കും 1 രൂപ പോലും കൊടുത്തിട്ട് അവര് നല്ല നിലയിലായി ഇന്ന് എന്നെ വിളിക്കാറുണ്ട്, പലരെയും കോണ്ടാക്ട് ചെയ്യാറുണ്ട്, അവർ വരാറുണ്ട്. അതൊക്കെ ഭഗവാന്റെ ഒരു തീരുമാനങ്ങളാണ്. നമ്മള് അയ്യപ്പസ്വാമിക്കുള്ളൊരു ഇതെന്താ, മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആരെയും ഭഗവാൻ അനുഗ്രഹിക്കും. പക്ഷെ അത് ഭഗവാൻ അനുഗ്രഹിക്കും, അതുകൊണ്ട് ഞാൻ കപടമായിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ സ്വാമി ചെവിക്ക് പിടിച്ച് തന്നെ പുറത്തു കളയും. ശരിക്കും നമ്മള് വളരെ മനസ്സിരുത്തി. അതിനൊരു ചെറിയ ഉദാഹരണം പറയാം. എൻ്റെ മേൽശാന്തിയായിട്ടപ്പോൾ എൻ്റെ കുട്ടികൾ ചെറുതാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, മേൽശാന്തിയായി കിട്ടിയാൽ നമുക്ക് കാറ് മേടിക്കാം, കാറ് മേടിച്ചാൽ നിങ്ങളെ വയ്ക്കത്ത് കൊണ്ടുപോയി മസാല ദോശ മേടിക്കാം എന്നും. ഈ മസാല ദോശ തിന്നാനുള്ള ഒരു ആഗ്രഹത്തിൽ കാറ് മേടിക്കൂലോ എന്നുള്ളത് കൊണ്ട് എന്നും വൈകുന്നേരം അവര് ഹരിവരാസനം പാടും. ചെറിയ കുട്ടികളാണ്, ആഗ്രഹം. അവർക്ക് ഭക്തിയെക്കാളും കൂടുതൽ ഈ മസാല ദോശയും. പക്ഷെ ആണെങ്കിൽ പോലും ഞാൻ കുളിച്ചു വരുമ്പോൾ
അയ്യപ്പന്റെ മുമ്പിലേക്ക് ഇവര് റെഡി ആയിട്ട് നിൽക്കും. എൻ്റെ വലത് ഇടത് നിൽക്കാൻ അവർ തമ്മിൽ ഇടിയാ. അപ്പൊ സ്വാഭാവികമായിട്ട് അവര് ഈ അരിവരാസനം ഒന്ന് ചൊല്ലിക്കഴിഞ്ഞിട്ടുണ്ടാവും, എന്നാലും എൻ്റെ ഒപ്പം അവര് ചെല്ലും. മക്കളൊക്കെ ഭഗവാൻ അനുഗ്രഹിച്ച ഒരാൾ ഡോക്ടറും ഒരാൾ എഞ്ചിനീയറൊക്കെ ആയി. അതൊക്കെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം തന്നെയാണ്. ഓ അതുപോലെ തന്നെ അയ്യപ്പസ്വാമി ഇപ്പൊ ഞങ്ങൾക്ക് മകനുണ്ടെങ്കിൽ കർമ്മം ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. പണ്ടത്തെ ഒരു കീഴ്വഴക്കം ഇപ്പോഴും ഒക്കെ തന്നെ അങ്ങനെയാണ്. അയ്യപ്പസ്വാമിയുടെ ഒരു അനുഗ്രഹത്താലാണ് എനിക്കൊരു മകനെ കിട്ടി. അവനിപ്പോ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയാണ്. അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. തീർച്ചയായിട്ടും ഇദ്ദേഹമായിട്ടുള്ള വിശേഷങ്ങൾ ഇവിടെ തീർന്നിട്ടില്ല. ഇനിയും നമ്മൾ ഇദ്ദേഹമായിട്ടുള്ള വിശേഷങ്ങൾ കാണാം. സ്വാമിയേ ശരണമയ്യ.